Again, welcome back to another session of environment management. So, industrial pollution എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So, without wasting time, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ മൂന്ന് ടൈപ്സ് ആണുള്ളത്: എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് ലാൻഡ് പൊല്യൂഷൻ. അതിൽ എയർ പൊല്യൂഷൻ എന്താണെന്നുള്ളതും ലാൻഡ് പൊല്യൂഷൻ എന്താണെന്നുള്ളതും നമ്മൾ ഓൾറെഡി കവർ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ പൊല്യൂഷൻ ആണ്. Water pollution. So simply we can define water pollution as it is a contamination of water by the manufacturing and use of commodity. അതായത് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് ആയോ അതല്ലെങ്കിൽ ആ മാനുഫാക്ചർ ചെയ്ത സെയിം പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ ഈ വാട്ടർ ബോഡിനെ അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. So water pollution can damage or destroy aquatic life, threatens human health and foul the water. അതായത് വാട്ടർ പൊല്യൂഷന്റെ മെയിൻ ഇൻവേഴ്സ് എഫക്ട്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അക്വാട്ടിക് ലൈഫിനെ അഫക്ട് ചെയ്യും. അക്വാട്ടിക് ലൈഫ് എന്ന് പറയുന്നത് മറൈൻ റിസോഴ്സ് ആണ്. അതായത് ജലത്തിനെ അല്ലെങ്കിൽ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന പല തരത്തിലുള്ള ജീവികളുണ്ട്. ഇതിനെല്ലാം ഇൻവേഴ്സ് ആയിട്ട് വാട്ടർ പൊല്യൂഷൻ അഫക്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് അഫക്ട്സ് ഓർ ത്രെറ്റൻസ് ദ ഹ്യൂമൻ ഹെൽത്ത്. മനുഷ്യ ജീവനെ പോലും ഡെഫിനറ്റ്ലി ഹ്യൂമൻ ബീങ്സ് ആണ്. ഹ്യൂമൻ ബീങ്സിന് വാട്ടർ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. സോ ഇത്തരത്തിലുള്ള പൊല്യൂട്ടഡ് വാട്ടേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഹ്യൂമൻ ബീങ്സിന്റെ ഹെൽത്തിനെ അഫക്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഹ്യൂമൻ ബീങ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രിങ്കിങ് വാട്ടേഴ്സ് ഉണ്ട്. ഈ തരത്തിലുള്ള വാട്ടർ പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്തു കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടേഴ്സിന്റെ വാട്ടറും റിസോഴ്സും റെഡ്യൂസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. And 40% of our surface water today is too polluted to fish or swim. അതായത് ടോട്ടൽ വാട്ടറിന്റെ കണ്ടന്റിനെ അല്ല നിങ്ങളോട് നോക്കുന്നത്. ടോട്ടൽ വാട്ടർ എന്ന് പറയുന്ന അണ്ടർ വാട്ടർ റിസോഴ്സുകളുണ്ട്. സോ ഇതിനെയൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നോർമലി ഹ്യൂമൻ ബീങ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിന്റെ 40% വാട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി നൗഡേയ്സ് പൊല്യൂട്ടഡ് ആണ്. അവിടെ എസ്പെഷ്യലി ഫിഷ്, അതായത് മീനുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന്റെ വാസയോഗ്യമായുള്ള ഒരു രീതിയിലല്ല ഈ 40% വാട്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഹ്യൂമൻ ബീങ്സിന് അതിൻ്റെ അകത്ത് ഇറങ്ങാനോ സ്വിം ചെയ്യാനോ പറ്റുന്ന ഒരു ഹെൽത്തി എൻവയോൺമെന്റും അല്ല ഈ 40% സർഫസ് വാട്ടർ എന്ന് പറയുന്നത്. Then water pollutants consist of അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാട്ടർ വേസ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ രണ്ട് രീതിയിലാണ് വേസ്റ്റ് ഉള്ളത്. ഫസ്റ്റ് വൺ ഓർഗാനിക് വേസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇൻഓർഗാനിക് വേസ്റ്റ്. സോ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത് that is a material that is biodegradable. ബയോഡിഗ്രേഡബിൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഹ്യൂമൻ ബീങ്സ് ഈ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുകയോ അതല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് മറ്റൊരു ഫോമിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഓർഗാനിക് ആയി തന്നെ അതല്ലെങ്കിൽ നേച്ചർ തന്നെ നാച്ചുറൽ ആയിട്ട് ഈ റിസോഴ്സുകളെ കൺവേർട്ട് ചെയ്തിട്ട് മറ്റൊരു ഫോമിലോട്ട് മാറ്റുകയും അത് നോർമലി അത് റീസൈക്കിൾ ചെയ്തിട്ട് മറ്റൊരു ഫോമിലോട്ട് പോകാനുമുള്ള ഒരു പ്രോസസ്സാണ് ഓർഗാനിക് വേസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓർഗാനിക് വേസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ അൺട്രീറ്റഡ് ഹ്യൂമൻ വേസ്റ്റ്. അതായത് മനുഷ്യന്റെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന വേസ്റ്റുകളാണ് അൺട്രീറ്റഡ് ഹ്യൂമൻ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഡെഫിനറ്റ്ലി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെപ്റ്റിക് ടാങ്ക് പോലുള്ള ഒരു സിസ്റ്റം ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ ഇതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാതെ ഏതെങ്കിലും രീതിയിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വാട്ടർ റിസോഴ്സിലോട്ട് പോവുകയാണോ എന്നുണ്ടെങ്കിൽ അത് വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല തരത്തിലുള്ള ഡിസീസസും പല തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസും ഇത്തരത്തിലുള്ള സെൽസുകളും വൈറസുകളും ഒക്കെ ഇത്തരത്തിലുള്ള അൺട്രീറ്റഡ് ഹ്യൂമൻ വേസ്റ്റിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് വൺ സീവേജ്. സീവേജ് എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയൽ ഹൗസ് ഹോൾഡ്സിൽ നിന്ന് കൂടുതലായിട്ട് പുറത്തോട്ട് വരുന്ന വേസ്റ്റുകൾ, നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന എസ്പെഷ്യലി അടുക്കളയിൽ നിന്നൊക്കെ ആവശ്യത്തിന് ശേഷം പുറത്തു പോകുന്ന വേസ്റ്റുകളെയൊക്കെയാണ് സീവേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, എസ്പെഷ്യലി ഫുഡ് പ്രോസസിങ്. അതായത് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള വേസ്റ്റുകളുണ്ട്. ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ഷന്റെ പ്രോസസ്സിൽ വരുന്ന അല്ലെങ്കിൽ പ്രോസസ്സിംഗിന്റെ ടൈമിൽ വരുന്ന പലതരത്തിലുള്ള കെമിക്കൽസ്, സോൾവെന്റ്സ്, ഇതുകളെല്ലാം വാട്ടറിലോട്ട് വന്നു കഴിഞ്ഞുള്ള വാട്ടർ പൊല്യൂഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഫുഡ് പ്രോസസ്സിംഗിന് ശേഷം വരുന്ന അല്ലെങ്കിൽ വെജിറ്റബിൾ ഈ ചീഞ്ഞു പോകുന്ന വേസ്റ്റുകളെല്ലാം നമ്മൾ വെള്ളത്തിലോട്ടാണ് സാധാരണഗതിയിൽ കൊണ്ട് തട്ടുന്ന ഒരു ട്രെൻഡ് ഇതുവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതെല്ലാം പല രീതിയിലും വാട്ടർ പൊല്യൂഷന് റീസൺ ആവുന്നു. ദെൻ വേസ്റ്റ് ഫ്രം പേപ്പർ ഇൻഡസ്ട്രി. അതായത് ഈ ടിമ്പർ ഇൻഡസ്ട്രി മെയിൻ ആയിട്ട് ടിമ്പറിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്ന് എടുക്കുന്ന പലതരത്തിലുള്ള പൾപ്പ് ആൻഡ് ദെൻ ഈ കട്ട് ചെയ്തതിനു ശേഷം വേസ്റ്റ് ആയിട്ട് വരുന്ന ബാലൻസ് പേപ്പേഴ്സ്. സോ ഇതെല്ലാം കൃത്യമായി അല്ലെങ്കിൽ പല രീതിയിലും പല പർപ്പസിലും ഇല്ലീഗലിയും ഈ വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സിലോട്ടാണ് ഡംപ് ചെയ്യുന്നത്. സോ ബൈ ദ റിസൾട്ട് അല്ലെങ്കിൽ ആസ് എ റിസൾട്ട് ഇത് വാട്ടർ പൊല്യൂഷനും റീസൺ ആവുന്നു. നെക്സ്റ്റ് വൺ ഫ്രം ആനിമൽ ഫെഡ്യൂട്സ്.
ഈ പലതരത്തിലുള്ള കാറ്റിൽ ഫീൽഡ്സുകളൊക്കെ ഉണ്ട്. സോ ഈ കാറ്റിൽ ഫീൽഡ്സിൽ നിന്നെല്ലാം വരുന്ന ഈ ആനിമൽസിന്റെ വേസ്റ്റുകളുണ്ട്. ഈ ആനിമൽസിൽ നിന്ന് വരുന്ന ഈ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യാതെ കോമൺ വാട്ടർ ബോഡീസിലോട്ട് ഇത് ഡംപ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വാട്ടർ പൊല്യൂഷൻ ആവും. ആൻഡ് ഓൾസോ റൂഫിംഗ് ഒന്നും ഇല്ലാത്ത കാറ്റിൽ ഫീൽഡ്സ് അല്ലെങ്കിൽ ഫെല്ലൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഈ മഴയിലൂടെ ഈ പറയുന്ന കാറ്റിൽ വേസ്റ്റുകൾ എല്ലാം കൃത്യമായി ഒലിച്ച് അത് പലതരത്തിലുള്ള വാട്ടർ റിസോഴ്സിലോട്ട് പോകാനും ആസ് എ റിസൾട്ട് ആ വാട്ടർ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ പൊല്യൂട്ടഡ് ആവാനുമുള്ള സാധ്യത വളരെ അധികമാണ്. സോ മെയിൻ ആയിട്ടുള്ള ഓർഗാനിക് വേസ്റ്റുകൾ ഈ പറയുന്നവയാണ്: അൺട്രീറ്റഡ് ഹ്യൂമൻ വേസ്റ്റ്, സീവേജ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഓർ ഫുഡ് പ്രോസസിംഗ്, വേസ്റ്റ് ഫ്രം പേപ്പർ ഇൻഡസ്ട്രി ആൻഡ് ഫൈനലി ഫ്രം ആനിമൽ ഫെഡ്. So first നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർഗാനിക് വേസ്റ്റ് ആണെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഓർഗാനിക് വേസ്റ്റ് ആണ്. സോ ഇൻഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഹ്യൂമൻ ബീങ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വേസ്റ്റ് ആണ്. സോ ഇത് ഓർഗാനിക് ആയിട്ട് ഡിസ്പോസ് ആവുകയോ ഓർഗാനിക് ആയിട്ട് റീസൈക്കിൾ ആവുകയോ ചെയ്യുന്നില്ല. ഹ്യൂമൻ ബീങ്സ് തന്നെ മാനുവലി പ്രോസസ് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്യേണ്ടി വരുന്ന വേസ്റ്റുകളാണ് ഇൻഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ട് ഇൻഓർഗാനിക് വേസ്റ്റിന്റെ ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഇൻഓർഗാനിക് വേസ്റ്റ് ഈസ് എ മെറ്റീരിയൽ ദാറ്റ് ഈസ് നോൺ ബയോഡിഗ്രേഡബിൾ. നേച്ചർ തന്നെ അതിനെ കൺവേർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ നേച്ചർ തന്നെ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് വൺ, സോൾട്ട്. സോൾട്ട് എന്ന് പറയുന്നത് മാൻ മെയ്ഡ് ആണ്. ലൈക്ക് മാൻ തന്നെ ഇത് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന പ്രോസസ് ആണ് സോൾട്ട് എന്ന് പറയുന്നത്. സോ ഈ സോൾട്ട് എന്ന് പറയുന്നത് നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. ഇതൊരു രീതിയിലും ജലാശയത്തിലോട്ട്, അതായത് എസ്പെഷ്യലി ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിലോട്ട് സോൾട്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു രീതിയിലും നശിച്ചു പോവുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇല്ലാതായി പോകുന്ന ഒരു വസ്തുവല്ല. അത് എത്ര കാലമോ ജലം ഉണ്ടാവും അത്രയും കാലം അതിനകത്ത് ആ സോൾട്ടിന്റെ കണ്ടന്റ് ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി സോൾട്ട് എന്ന് പറയുന്നത് ഒരു വാട്ടർ പൊല്യൂട്ടിംഗ് എലിമെന്റ് ആണ്. അതായത് ഈ സലൈൻ വാട്ടറിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഓഫ് കോഴ്സ് ഈ സോൾട്ടിന്റെ കണ്ടന്റ് വാട്ടറിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അവർക്ക് ഇതൊരു പോസിറ്റീവ് എലമെന്റ് ആണ്. പക്ഷെ ഒരു ലിമിറ്റിൽ കൂടുതൽ ലിമിറ്റ് എക്സീഡ് ചെയ്തെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഇൻവേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും. ആൻഡ് പക്ഷെ ഇതേപോലെ ഈ ഫ്രഷ് വാട്ടർ ഉണ്ട്, സലൈൻ കണ്ടന്റ് ഇല്ലാത്ത ജലാശയങ്ങളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സുകളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള റിസോഴ്സുകളുണ്ട്. സോ ഈ ആ തരത്തിലുള്ള വാട്ടർ റിസോഴ്സുകളോട്ട് അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലോട്ട് ഈ സലൈൻ കണ്ടന്റിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ആവുകയാണ് അല്ലെങ്കിൽ സലൈൻ അല്ലെങ്കിൽ സോൾട്ട് ഡംപ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ആ തരത്തിലുള്ള അക്വാട്ടിക് റിസോഴ്സുകളെ ഇൻവേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, ആസിഡ്സ്. പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന്റെ സമയത്ത് പലതരത്തിലുള്ള വേസ്റ്റുകൾ വരും. ദെൻ ഈ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്ന് കൃത്യമായി ഇതിന്റെ വേസ്റ്റ് വരും. ദെൻ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്ന് കൃത്യമായി ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ വരും. ഈ തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം വാട്ടർ ബോഡീസിലോട്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി മറൈൻ റിസോഴ്സുകളെയും ആൻഡ് ഓൾസോ ഹ്യൂമൻ ബീങ്സിനെയും ഇൻവേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, ഹെവി മെറ്റൽസ്. ഇത് ലാൻഡ് പൊല്യൂഷന്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. മെർക്കുറി, കോപ്പർ, ലെഡ്, ആർസനിക് ആൻഡ് കാഡ്മിയം എന്ന് പറയുന്ന വളരെ ഹെവി റേഡിയോ ആക്റ്റീവ് കണ്ടന്റ് ഉള്ള, അതല്ലെങ്കിൽ വളരെ രീതിയിൽ ഇത് സിങ്ക് ചെയ്ത് വാട്ടർ ബോഡീസുമായിട്ട് സിങ്ക് ചെയ്ത് പോവാത്ത പലതരത്തിലുള്ള ഹെവി മെറ്റൽസ് ഉണ്ട്. സോ ഈ ഹെവി മെറ്റൽസിന്റെ ക്വാണ്ടിറ്റി വാട്ടർ ബോഡീസിൽ കൂടിക്കഴിഞ്ഞാൽ ഇത് വാട്ടർ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന റിസോഴ്സ്, എസ്പെഷ്യലി ഫിഷ്, അതിനെയൊക്കെ ഇൻവേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഈ ഫിഷ് അത് ഹ്യൂമൻ ബീങ്സിനെ കൺസിഡർ ചിന്തിക്കുന്നതിനനുസരിച്ച് ഫിഷ് എന്ന് പറയുന്ന റിസോഴ്സ് ആണ്, ഒരു മറൈൻ റിസോഴ്സ് ആണ്. സോ ഈ തരത്തിലുള്ള ഹെവി മെറ്റൽസ് എല്ലാം ഫിഷ് അല്ലെങ്കിൽ മീനുകൾ ഇതെല്ലാം കഴിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. ആൻഡ് ഓൾസോ ഈ തരത്തിൽ ഈ ഹെവി മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കഴിച്ചിരിക്കുന്ന ഫിഷിനെ ഹ്യൂമൻ ബീങ്സ് കൺസ്യൂം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഹ്യൂമൻ ബോഡീസിലും അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെയും ഇൻവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെയും ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നതാണ് ഈ ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ആസ്ബറ്റോസ്. ആസ്ബറ്റോസ് എന്ന് പറയുന്നത് ഈ നമ്മൾ ആസ്ബറ്റോസ് എന്ന് പറയുന്ന ഷീറ്റിൽ കാണുന്ന ഒരു മെയിൻ കെമിക്കൽ ആണ്. സോ കൃത്യമായി അതും ഈ വാട്ടർ ബോഡീസിലോട്ട് ഡംപ് ചെയ്തെങ്കിൽ ഇൻവേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, PCBs. PCBs എന്ന് പറയുന്നത് പ്ലോറി ക്ലോറിനേറ്റഡ് ബൈഫിനൈൽ എന്നാണ് PCB മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ നമ്മളൊക്കെ സ്ട്രീറ്റിൽ കാണാനുള്ള ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഈ ട്രാൻസ്ഫോമേഴ്സിലൊക്കെ ഒരു കൂളിംഗ് ഏജന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ഈ PCB എന്ന് പറയുന്നതും പലതരത്തിലുള്ള റേഡിയോ ആക്റ്റീവിനും വിധേയമാണ്. ആൻഡ് ഓൾസോ പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസും ഈ പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽ ദാറ്റ് ഈസ് PCBs ഹീറ്റ് ആവുന്ന സമയത്ത് സംഭവിക്കുന്നുണ്ട്. സോ ഇതെല്ലാം വാട്ടർ ബോഡീസിലോട്ട് പോയി കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി അത് വളരെ ഇൻവേഴ്സ് ആയിട്ട് വാട്ടർ റിസോഴ്സിനെ എഫക്ട് ചെയ്യും ആൻഡ് ഓൾസോ വാട്ടർ പൊല്യൂട്ടഡ് ആക്കും. നെക്സ്റ്റ് വൺ, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസിനെ തന്നെ കണക്ട് ചെയ്യാം. ഈ പലതരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസും പല രീതിയിൽ ചാർജബിൾ ആണ്. സോ ഈ ചാർജ് ചെയ്യുന്നതിൽ പലതരത്തിലുള്ള റേഡിയേഷൻസും റേഡിയോ ആക്റ്റീവ് ആയിട്ടായിരിക്കും ഈ ഓരോ സബ്സ്റ്റൻസുകളും നിലനിൽക്കുന്നത്.
സോ ഇതുമായിട്ടുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് വാട്ടർ ബോഡീസിലുള്ള റിസോഴ്സിനെ എസ്പെഷ്യലി മൈക്രോ ഓർഗാനിസംസിനെ വളരെ ഇൻവേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും. സോ ഈ റിസോഴ്സുകൾ അല്ലെങ്കിൽ ഈ മൈക്രോ ഓർഗാനിസംസ് എക്സോസ്റ്റഡ് ആയി പോകും. അത് ഈ അക്വാട്ടിക് റീജിയനിലുള്ള അല്ലെങ്കിൽ അക്വാട്ടിക് റിസോഴ്സിലുള്ള ഈ ഫുഡ് ചെയിനെ അഫക്ട് ചെയ്യും. ബൈ ദ റിസൾട്ട് അത് എൻറ്റയർ ആ ലൈഫ് സൈക്കിളിനെയും അഫക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. So salt brines from mines and use of salt to keep winter roads clear of snow all drain into water sources and raise saline content. അതായത് ഈ മേജർ ആയിട്ട് നമ്മൾ ഈ ഐസ് ക്യാപ്സിൽ അല്ലെങ്കിൽ ഈ ഒരുപാട് ഐസ് ഒക്കെ വരുന്ന വിന്റർ സീസൺ ഒക്കെ ഒരുപാട് ഹിറ്റ് ചെയ്യുന്ന റീജിയനിലൊക്കെ ഈ റോഡിലുള്ള ഐസ് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് ഉരുക്കി മാറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോൾട്ട്, ഉപ്പ് എന്ന് പറയുന്നത്. ഈ ഉപ്പെല്ലാം റോട്ടിൽ ഇട്ടെങ്കിൽ ഒരു പരിധി വരെ അവിടെ ഐസ് കട്ടയായിട്ട് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഐസ് പെട്ടെന്ന് ഉരുകി മാറും. അങ്ങനെ ഉപയോഗിക്കുന്ന സോൾട്ട് ഒരു മഴയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ ഐസ് എല്ലാം ഉരുകുന്ന സമയത്ത് ഇതെല്ലാം ഒഴുകി തൊട്ടടുത്തുള്ള വാട്ടർ റിസോഴ്സിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സലൈൻ കണ്ടന്റ് കൂടും. ബൈ ദ റിസൾട്ട് ഈ മറൈൻ റിസോഴ്സിനെ അല്ലെങ്കിൽ ഈ ഫ്രഷ് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന റിസോഴ്സുകൾ അത് ഇൻവേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും. ബൈ ദ വേ ആ ഒരു സെയിം എഫക്ട് തന്നെ ഹ്യൂമൻ ബീങ്സിനെയും ഇൻവേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും. Then high saline level in ponds, lakes and rivers kill whatever fish, vegetation or other organisms inhabit them. അതായത് ഇതേപോലെ തന്നെയുള്ള ഈ സലൈൻ കണ്ടന്റ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിൽ മാത്രം ജീവിക്കുന്ന ജീവികളെ ആൻഡ് ഓൾസോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ വെജിറ്റേഷൻ, അതായത് ഈ ചെറിയ തരത്തിലുള്ള ജലാശയങ്ങൾ ഉള്ളിലുള്ള ചെറിയ പായൽ പോലെയുള്ള ചെറിയ ചെറിയ വെജിറ്റേഷൻസ് ഉണ്ട്. സോ കൃത്യമായി ഇതിനെല്ലാം അഫക്ട് ചെയ്യും. ദെൻ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള ജീവികളെയും എസ്പെഷ്യലി ഈ അക്വാട്ടിക് മറൈൻ റിസോഴ്സിലുള്ള ആ ഫുഡ് സൈക്കിളിനെ തന്നെ അല്ലെങ്കിൽ ഫുഡ് ചെയിനെ തന്നെ ഇത് അഫക്ട് ചെയ്യും. സോ ബൈ ദ റിസൾട്ട് അത് എൻ്റെ ഒരു ലൈഫ് ബാലൻസിനെ തന്നെ അക്വാട്ടിക് റിസോഴ്സിലുള്ള ലൈഫ് ബാലൻസിനെ തന്നെ ഇൻവേഴ്സ് ആയിട്ട് അത് അഫക്ട് ചെയ്യും. In high salinized water distributing through city water supplies will affect the health of a person with a heart disease, hypertension, cirrhosis of the liver, etc. അതായത് ഇത്തരത്തിലുള്ള ഈ ഹൈ സലൈൻ കണ്ടന്റ് ഉള്ള വാട്ടർ അത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ കോമൺ ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റത്തിലൂടെയൊക്കെ ഇതേപോലെ ഉപ്പിന്റെ അംശം കൂടുതലുള്ള വെള്ളം സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുടിക്കുന്ന വ്യക്തികളിൽ പലതരത്തിലുള്ള ഡിസീസ് ഉണ്ടാകും. എസ്പെഷ്യലി ഹാർട്ട് ഡിസീസ് ഉണ്ടാകും, ദെൻ ഹൈപ്പർ ടെൻഷൻസ് ഉണ്ടാവും, ദെൻ ലിവർ സിറോസിസ് പോലെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളും ഇത്തരത്തിലുള്ള സലൈൻ കണ്ടന്റ് കൂടുതലുള്ള വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിലും ഉണ്ടാക്കാനുള്ള സാധ്യതയാണ്. ഇത് ഹ്യൂമൻ ബീയിങ്സിനെ തന്നെ ഇത്രയും ഇൻവേഴ്സ് ആയിട്ട് ഇത് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലും സെൻസിറ്റീവ് ആയിട്ടുള്ള മറൈൻ റിസോഴ്സുകൾ ഇത് എത്രത്തോളമാണ്. മറൈൻ ഇൻ ദ സെൻസ് വാട്ടർ, നാച്ചുറൽ വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ സലൈൻ കണ്ടന്റ് ഇല്ലാത്ത വാട്ടർ ബോഡീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന റിസോഴ്സുകളെ എത്രത്തോളം ഇൻവേഴ്സ് ആയിട്ടായിരിക്കും എഫക്ട് ചെയ്യുന്നുള്ളതും നമുക്ക് ചിന്തിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്ന ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതിൽ വാട്ടർ പൊല്യൂഷൻ ആണ് നമ്മൾ മേജർ ആയിട്ട് ഇന്ന് കവർ ചെയ്തത്. സോ താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് നിഷാന്ത് ശശി സൈനിങ് ഓഫ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. Take care. Have a nice day. Goodbye.